സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ ഞങ്ങൾ 500 എപ്പിസോഡുകളായി കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണല്ലോ. അതിൻ്റെ 14ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു യാക്കോബ് എന്ന ഉപായി. യാക്കോബിൻ്റെ ഭാര്യ ലേയ 11 മക്കളെയും, ലേയായുടെ ദാസി സിൽപ്പ 2 മക്കളെയും, റാഖേലിൻ്റെ ദാസി ബിൽഹ 2 മക്കളെയും ചേർത്ത് യാക്കോബിനിപ്പോൾ മക്കൾ 11 പേരായി. യാക്കോബിനൊരു സന്തോഷവുമില്ല. എന്താ കാര്യം? ലേയ യാക്കോബിന് എന്നും അനിഷ്ടയാണ്. ഇഷ്ടമുള്ളവർ കയ്പ് കാടി കൊടുത്താലും സന്തോഷമായിരിക്കും. ഇഷ്ടമില്ലാത്തവർ പാലും പഞ്ചസാരയും കലക്കി കൊടുത്താലും പറയും ഭയങ്കര കയ്പാണെന്ന്. എന്തുകൊണ്ടാണ് യാക്കോബിന് സന്തോഷമില്ലാത്തതെന്ന് നമുക്കറിയാമല്ലോ. യാക്കോബിന് പ്രിയപ്പെട്ടവൾ ആരാ? റാഖേൽ. റാഖേൽ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. റാഖേലിൻ്റെ പ്രാർത്ഥന യഹോവയായ ദൈവം കേട്ടു. റാഖേൽ ഒരു മകന് ജന്മം നൽകി. അവനാണല്ലോ യോസേഫ്. യോസേഫിനെ റാഖേൽ പ്രസവിച്ചപ്പോൾ യാക്കോബ് അറിയാതെ പൊട്ടി ചിരിച്ചു. ആദ്യമായി യാക്കോബ് ചിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട റാഖേൽ യോസേഫിനെ പ്രസവിച്ചപ്പോഴാണ്. തൻ്റെ പൊന്നോമന പുത്രനായി യോസേഫിനെ വാരിയെടുത്തു. ആ കവിളത്തൊരു1000 ചുംബനങ്ങൾ നൽകി. ലേയായിൽ പിറന്നവർ 7 പേർ, അവരുടെ പേരുകൾ ഞാൻ പറയാം. ലേയായിൽ പിറന്നവർ 7 പേർ, അവരുടെ പേരുകൾ ഞാൻ പറയാം. രൂബേൻ, ശിമയോൻ, ലേവിയും, യഹൂദയും, ഇസ്ഹാർ, സെബൂലൂനും ദീനാൻ. രൂബേൻ, ശിമയോൻ, ലേവിയും, യഹൂദയും, ഇസ്ഹാർ, സെബൂലൂനും ദീനായും. ലേയായിൽ പിറന്നവർ 7 പേർ, അവരുടെ പേരുകൾ ഞാൻ പറയാം. ദാസിമാർ 2 പേരും, ഗാദിനും ആശേറിനും, ദാനും നഫ്താലിക്കും ജന്മമേകി. ദാസിമാർ 2 പേരും, ഗാദിനും ആശേറിനും, ദാനും നഫ്താലിക്കും ജന്മമേകി. റാഖേലിൻ പ്രാർത്ഥന കേട്ടു ദൈവം, യോസേഫിനെ കനിഞ്ഞു നൽകി. റാഖേലിൻ പ്രാർത്ഥന കേട്ടു ദൈവം, യോസേഫിനെ കനിഞ്ഞു നൽകി. ചിരിച്ചു യാക്കോബ്, ചിരിച്ചു യോസേഫിനെ നോക്കി ചിരിച്ചു. ചിരിച്ചു യാക്കോബ്, ചിരിച്ചു യോസേഫിനെ നോക്കി ചിരിച്ചു. ലേയായിൽ പിറന്നവർ 7 പേർ, അവരുടെ പേരുകൾ ഞാൻ പറയാം. യാക്കോബ് ഇന്ന് പഴയ യാക്കോബല്ല, ആളാകെ മാറിയിരിക്കുന്നു. വിനീതൻ, കാര്യസ്ഥൻ, കരുണയും കൃപയും നിറഞ്ഞവൻ. ഈ യാക്കോബ് ഉണ്ടല്ലോ, പദ്ദൻ അരാമിൽ വന്നിട്ട് വർഷം
20 ആളാകെ മാറിയിരിക്കുന്നു. കൗമാരവും യൗവനവും ഒക്കെ കഴിഞ്ഞ് മധ്യവയസ്കനായിരിക്കുന്നു. ഒരു ദിവസം യാക്കോബ് തൻ്റെ അമ്മായിയപ്പനായ ലാബാന്റെ അടുക്കൽ വന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ യാക്കോബേ? ഞാൻ എൻ്റെ പിതൃദേശമായ കാനാനിൽ നിന്നും വന്നിട്ട് 20 വർഷമായിരിക്കുന്നു. എൻ്റെ അമ്മയപ്പനെ കാണാൻ ഒരു മോഹം, എൻ്റെ പിതൃദേശത്തേക്ക് പോകുവാൻ. അങ്ങെനിക്ക് അനുവാദം തരണം. അരുത് മകനെ, അരുത്. എന്നെ വിട്ട് നീ ഒരിക്കലും പോകരുത്. എന്നെ വിട്ട് ഒരിക്കലും പോകരുത് മകനെ, എന്നെ വിട്ട് ഒരിക്കലും നീ പോകരുത്. യാക്കോബിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ നിങ്ങളുടെ അടിമയല്ല. നിങ്ങളുടെ 2 മക്കളെ ഞാൻ വിവാഹം കഴിച്ചു എന്നുള്ളത് ശരി തന്നെ, 12 മക്കളുമായി. അല്ല, ചാവ് മണിയടിക്കുന്നത് വരെ നിനക്ക് സേവ ചെയ്യാമെന്ന് ഞാൻ തീരെഴുതി തന്നിട്ടുണ്ടോ? യാക്കോബേ, അന്നവും മാടയും വാസവും തന്നു ഞാൻ, നിഴലായി കരുതലായി ചേർത്തു വണച്ചില്ലേ. അന്നവും മാടയും വാസവും തന്നു ഞാൻ, നിഴലായി കരുതലായി ചേർത്തു വണച്ചില്ലേ. യാക്കോബേ, നിനക്കിവിടെ എന്ത് കുറവാണുള്ളത്? കുറവുണ്ടായിട്ടല്ല, എൻ്റെ അമ്മയും അപ്പനെയും കാണണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ഞാൻ നിനക്ക് വേണ്ടി 20 സംവത്സരം ഇവിടെ സേവ ചെയ്തു. അല്ല, നീ എനിക്ക് അന്നവും ആടയും വാസവും തന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഓർമ്മയുണ്ടോ അന്നു ഞാൻ വന്നപ്പോൾ ചിറകൊടിഞ്ഞു കിടന്നു നീ? ഓർമ്മയുണ്ടോ അന്നു ഞാൻ വന്നപ്പോൾ ചിറകൊടിഞ്ഞു കിടന്നു നീ? കാവലായി കരുതലായി വഴിവിളക്കായി നിന്നു ഞാൻ. കാവലായി കരുതലായി വഴിവിളക്കായി നിന്നു ഞാൻ. ഓർമ്മയുണ്ടോ അന്നു ഞാൻ വന്നപ്പോൾ ചിറകൊടിഞ്ഞു കിടന്നു നീ? യാക്കോബ് ലാബാനോട് പറഞ്ഞു, ഇവിടത്തെ ജീവിതം ദുഷ്കരമായിട്ടല്ല, എന്നാൽ ഇവിടത്തെ ജീവിതം എനിക്ക് മതിയായി. യാക്കോബ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാര്യമുണ്ട്. എന്താ കാര്യം? യഹോവയായ ദൈവം ബേതേലിൽ വെച്ച് യാക്കോബിനെ ഒന്ന് തൊട്ടു. യഹോവയായ ദൈവം തൊട്ടാൽ പിന്നെ പറയണ്ടല്ലോ. അന്ന് യാക്കോബ് ഉപയോഗശൂന്യമായ ഒരു കല്ല് മാത്രമായിരുന്നു. 20 വർഷങ്ങൾ കൊണ്ട് യഹോവയായ ദൈവം ആ കല്ലിനെ കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി. യഹോവയായ ദൈവം കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തിയപ്പോൾ യാക്കോബ് തീർത്തും ഒരു ദൈവദാസനായി തീർന്നു. അതുകൊണ്ടാണ് യാക്കോബ് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചത്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും അനുഗ്രഹങ്ങൾക്ക് യാക്കോബ് ഇപ്പോൾ അവകാശിയായി തീർന്നിരിക്കുന്നു. യാക്കോബ് ബേതേലിൽ വെച്ച് യഹോവയായ ദൈവത്തോടൊരു നേർച്ച നേർന്നുവല്ലോ. ഞാൻ പോകും ദേശത്തിൽ എന്നോട് വരികയും അന്നവും മാടയും വാസവും തന്നിടുകിൽ. യഹോവയെന്നും എനിക്കു ദൈവം, യഹോവയെന്നും എനിക്കു ദൈവം, യഹോവയെന്നും എനിക്കു ദൈവം, യഹോവയെന്നും എനിക്കു ദൈവം. അപ്പന്റെ നാട്ടിൽ സൗഖ്യമായി എന്നെ കൊണ്ടുവന്നിടുകിൽ.
അപ്പന്റെ നാട്ടിൽ സൗഖ്യമായി എന്നെ കൊണ്ടുവന്നേടുകിൽ കല്ലുനാട്ടി എണ്ണയൊഴിച്ച കല്ലുനാട്ടി എണ്ണയൊഴിച്ച ബദലിലാലയം തീർത്തിടും ഞാൻ കല്ലുനാട്ടി എണ്ണയൊഴിച്ച ബദലിലാലയം തീർത്തിടും ഞാൻ പോകും ദേശത്തിൽ എന്നോട് വരികയും അന്നവും മാടയും വാസവും തന്നിടുകിൽ യഹോവ എന്നും എനിക്കു ദൈവം യഹോവ എന്നും എനിക്കു ദൈവം. ലാബാൻ യാക്കോബിനോട് ചോദിച്ചു, യാക്കോബേ, നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന ചോദ്യത്തിന് യാക്കോബ് കൃത്യമായ മറുപടി പറയുകയാണ്. കാര്യമെന്താ? യാക്കോബ് ഇവിടെ പദനരാമിൽ വന്നിട്ട് 20 സംവത്സരമായില്ലേ? യഹോവയായ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാകണമെങ്കിൽ യാക്കോബ് ഈ പദനരാമിൽ നിന്നും കാനാൻ ദേശത്തേക്ക് പോയേ മതിയാവൂ. അതിന് യാക്കോബ് 2 ഉപാധികൾ വയ്ക്കുന്നു. യാക്കോബ് ആവശ്യപ്പെടുന്നത് കാനാനിൽ നിന്നും പദൻ അരാമിൽ വന്ന് ലാബാൻ 20 സംവത്സരം സേവ ചെയ്തതിൻ്റെ പ്രതിഫലം. മറ്റൊന്ന്, തന്നെയും തന്നോടൊപ്പം തൻ്റെ ഭാര്യമാരെയും മക്കളെയും കാനാനിൽ തിരികെ കൊണ്ടുപോകുവാനുള്ള അനുവാദം. ന്യായമായ ചോദ്യങ്ങളാണ് ലാബാനോട് യാക്കോബ് ചോദിക്കുന്നത്. യാക്കോബ് ലാബാന്റെ അടുക്കൽ വന്നതിന് ശേഷം ലാബാന്റെ സമ്പത്ത് 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ആരാ കൂടെയുള്ളത്? യഹോവയായ ദൈവം കരം പിടിച്ച് നടത്തുന്നത് യാക്കോബ് ലാബാന്റെ കൂടെയുള്ളത് കൊണ്ട് ആടുമാടുകളും കന്നുകാലികളും ഒട്ടകങ്ങളും ദാസന്മാരും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. യാക്കോബ് ചോദിച്ചു, ഇതുവരെ 20 സംവത്സരം ഞാൻ നിനക്ക് വേണ്ടി സേവ ചെയ്തു. ഇനി എന്റെ ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും? യാക്കോബേ, നീ കരയണ്ട. നിനക്ക് എന്ത് പ്രതിഫലമാണ് വേണ്ടത്? എന്നോട് ചോദിച്ചു കൊള്ളുക. എന്ത് പ്രതിഫലവും തരാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കാര്യം മാത്രം നീ ചെയ്തു തന്നാൽ മതി. മറുവും പുള്ളിയും നിറമുള്ള ആടുകൾ, ചെമ്മരിയാടിൽ കറുപ്പുള്ളതൊക്കെയും. മറുവും പുള്ളിയും നിറമുള്ള ആടുകൾ, ചെമ്മരിയാടിൽ കറുപ്പുള്ളതൊക്കെയും. കോലാട്ടിൻ കൂട്ടത്തിൽ മറുവും പുള്ളിയും ഉള്ളതൊക്കെയും വേർതിരിച്ചിടണം. കോലാട്ടിൻ കൂട്ടത്തിൽ മറുവും പുള്ളിയും ഉള്ളതൊക്കെയും വേർതിരിച്ചിടണം. മറുവും പുള്ളിയും നിറമുള്ള ആടുകൾ, ചെമ്മരിയാടിൽ കറുപ്പുള്ളതൊക്കെയും. മറുവും പുള്ളിയും നിറമുള്ള ആടുകൾ, ചെമ്മരിയാടിൽ കറുപ്പുള്ളതൊക്കെയും. യാക്കോബേ, നിനക്ക് അത്രയും മതിയെന്നോ? മറുവും പുള്ളിയുള്ള ആട്ടിൻകൊറ്റന്മാര് വിരലിൽ എണ്ണാവുന്നതെന്ന് മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് 10,000 ആടുമാടുകൾ ഉണ്ടല്ലോ. നിനക്കത് മതിയെന്നോ? എനിക്കത് മതി. എനിക്ക് ധാരാളം അത് മതി. അത് മാത്രം എനിക്ക് നീ വേർതിരിച്ച് തന്നാൽ മതി. ഞാൻ ഇനിയും നിന്റെ സേവകനായി, ആടുമാടുകളുടെ പരിപാലകനായി ഞാൻ നിന്നോടൊപ്പം നിൽക്കാം. ഞാൻ എന്താണ് ഈ മറുവും പുള്ളിയും ഉള്ളത് മാത്രം വേർതിരിച്ച് എനിക്ക് തരണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം, അങ്ങൊരിക്കൽ എന്നോട് എൻ്റെ ആടുമാടുകളെ നോക്കി വരുമ്പോൾ എൻ്റെ നീതി തെളിവായിരിക്കണമല്ലോ. ലാബാൻ സമ്മതിച്ചു. യാക്കോബ് പറഞ്ഞു, സംപ്രീതനാണു ഞാൻ ധനദാഹം തീർക്കുവാൻ, കതിർകാമ്പ് കണ്ടു കൊതിക്കയില്ല.
സംപ്രീതനാണു ഞാൻ ധനദാഹം തീർക്കുവാൻ കതിർകാമ്പ് കണ്ടു കൊതിക്കയില്ല. ഉത്കണ്ഠത്തെല്ലും ഇല്ല എന്നുള്ളിൽ, ഉത്കണ്ഠത്തെല്ലും ഇല്ല എന്നുള്ളിൽ, ജീവന്റെ തീനാളങ്ങൾ. ഉത്കണ്ഠത്തെല്ലും ഇല്ല എന്നുള്ളിൽ, തെളിയുന്നു ജീവന്റെ തീനാളങ്ങൾ. സംപ്രീതനാണു ഞാൻ ധനദാഹം തീർക്കുവാൻ കതിർകാമ്പ് കണ്ടു കൊതിക്കയില്ല. ലാബാന്റെ വ്യവസ്ഥ അനുസരിച്ച് യാക്കോബിന്റെ ഇഷ്ടപ്രകാരം ലാബാന്റെ ആട്ടിൻകൂട്ടങ്ങളിൽ യാക്കോബ് കടന്നു ചെന്നു. മറുവും പുള്ളിയും നിറമുള്ള ആടിൻകൊറ്റന്മാരെയും ചെമ്മരികാടികളെയും ഒക്കെ വേർതിരിച്ചെടുത്തു. ലാബാന് സന്തോഷമായി. തനിക്കുള്ളതിൻ്റെ 10 പോലും യാക്കോബിനില്ല. ലാബാൻ ഒരു നിബന്ധന വെച്ചു. യാക്കോബേ, എന്താണ്? നിന്റെ ഹിതപ്രകാരമല്ലയോ നീ ഇതിനെയൊക്കെ വേർതിരിച്ചെടുത്തത്? അതെ, ഞാനൊരു നിബന്ധന വയ്ക്കുന്നു. എന്താണ്? മറ്റൊന്നുമല്ല, ഇവിടെ നിന്നും 3 നാൾ വഴി ദൂരം കടന്നു ചെന്ന് നിന്റെ ആടുകൾക്ക് മേയാം. എന്താണ് ലാബാൻ അങ്ങനെ പറയാൻ കാരണം? തൻ്റെയും യാക്കോബിൻ്റെയും ആടുമാടുകൾ തമ്മിൽ ചേരാൻ പാടില്ലല്ലോ, രണ്ടും രണ്ടായി നിൽക്കട്ടെ എന്നതായിരുന്നു ലാബാൻ്റെ തീരുമാനം. യാക്കോബ് ആളാരാ? തന്ത്രശാലിയല്ലയോ, ഉപായി അല്ലയോ? ഇവിടെ ലാബാൻ ഒരു അബദ്ധം പറ്റി. എന്താണ് അബദ്ധം? ഇതുവരെയുള്ള തൻ്റെ ആടുമാടുകളിൽ മറുവുള്ളതും കറുപ്പും എന്നുള്ളത് എഴുതി ചേർക്കുവാൻ മറന്നുപോയി. എത്ര കാലം യാക്കോബ് തൻ്റെ ആടുമാടുകളെ മേയ്ക്കുന്നു അത്രയും കാലം എന്നതാണ് യാക്കോബിൻ്റെ പുതിയ തന്ത്രം, ഉപായം. അതിലേക്ക് വേണ്ടി യാക്കോബ് ചെയ്തത് എന്താണെന്നറിയാമോ? പുന്നമരത്തിൻ്റെയും അരിഞ്ഞീൽ മരത്തിൻ്റെയും ഒക്കെ ഈ മരത്തിൻ്റെ കൊമ്പുകൾ വെട്ടിയെടുത്ത് അതിൻ്റെ തോലുരിച്ച് ഈ ആടിൻകൊറ്റന്മാർ വെള്ളം കുടിക്കാൻ വരുന്ന പാത്തികളിലും മടകളിലും വെച്ചു. യാക്കോബിൻ്റെ ഉപായം ഫലിച്ചു, തന്ത്രം ഫലിച്ചു. ചനയേറ്റ് ആടുകൾ പ്രസവിച്ചതോ നല്ല ബലശാലികളും മറുവും വെള്ളയുമുള്ള ആട്ടിൻകൊറ്റന്മാരെ. പുന്നമരത്തിൻ ചോട്ടിൽ ബദാമരത്തിനരുകിൽ, പുന്നമരത്തിൻ ചോട്ടിൽ ബദാമരത്തിനരുകിൽ, അരിഞ്ഞീൽ വൃക്ഷം നിൽപ്പൂ, അരിഞ്ഞീൽ വൃക്ഷം നിൽപ്പൂ. പുന്നമരത്തിൻ ചോട്ടിൽ ബദാമരത്തിനരുകിൽ, അരിഞ്ഞീൽ വൃക്ഷം നിൽപ്പൂ, അരിഞ്ഞീൽ വൃക്ഷം നിൽപ്പൂ. തെളിനീർ നുകരാനണയും ആടുകൾ വെളുത്ത ശിഖരങ്ങൾ കണ്ടു. തെളിനീർ നുകരാനണയും ആടുകൾ വെളുത്ത ശിഖരങ്ങൾ കണ്ടു. 3 മരത്തിൻ വെളുത്ത ശിഖരങ്ങൾ കണ്ടു. പുന്നമരത്തിൻ ചോട്ടിൽ ഇണ ചേർന്നാടുകൾ ചനയേറ്റു, മറുവും വെള്ളയും. ഇണ ചേർന്നാടുകൾ ചനയേറ്റു, മറുവും വെള്ളയും കലർന്ന മേനിയും, മറുവും വെള്ളയും കലർന്ന മേനിയും. പുന്നമരത്തിൻ ചോട്ടിൽ ബദാമരത്തിനരുകിൽ, പുന്നമരത്തിൻ ചോട്ടിൽ ബദാമരത്തിനരുകിൽ, അരിഞ്ഞീൽ വൃക്ഷം നിൽപ്പൂ, അരിഞ്ഞീൽ വൃക്ഷം നിൽപ്പൂ. യാക്കോബ് ലാബാന്റെ ആടുമാടുകളിൽ നിന്നും മറുവും പുള്ളിയും കറുപ്പുമായതിനെ വേർതിരിച്ചു കൊണ്ടേയിരുന്നു. എന്തിനധികം പറയണം? ചുരുങ്ങിയ കാലം കൊണ്ട് യാക്കോബ് മഹാധനികനായി തീർന്നു. ആടുമാടുകൾ, ദാസന്മാർ, ഇത് കണ്ട ലാബാന്റെ പുത്രന്മാർ അമ്പരന്നു പോയി.
ലാബാന്റെ പുത്രന്മാർ ലാബാന്റെ അടുക്കലെത്തി. അപ്പാ, എന്താ മക്കളെ? ആ യാക്കോബിനെ ഇവിടെ നിന്ന് ഓടിക്കണം. എന്താ മക്കളെ നിങ്ങൾ ഈ പറയുന്നത്? അവനെ അപ്പനേക്കാൾ മഹാധനികനായിരിക്കുന്നു, അപ്പനേക്കാൾ 10 ഇരട്ടി സമ്പത്ത് വന്നിരിക്കുന്നു. ശരിയാണ്. കാര്യമെന്താ? യാക്കോബിന്റെ കരം പിടിച്ച് കൂടെ കൊണ്ടു നടക്കുന്നതാരാ? യഹോവയായ ദൈവം. യഹോവയായ ദൈവം കരം പിടിച്ച് നടത്തിയാൽ നീ കാൽ വയ്ക്കുന്ന ദേശമെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഈ ദേശത്തിലെ സകലതും നിനക്ക് സ്വന്തമാകും. നീ മാത്രമല്ല, നിന്റെ ദേശത്തിലെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവയായ ദൈവം കരം പിടിച്ച് നടത്തണമെങ്കിൽ ചില നടപടിക്രമങ്ങളുണ്ട്. അത് ഞാൻ പറയാം. ലാബാന്റെ പുത്രന്മാർ നിലത്ത് നിൽക്കുന്നില്ല. അപ്പാ, അപ്പന് പറയാൻ മടിയാണെങ്കിലേ ഞങ്ങൾ പറയാം. അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. അപ്പനേക്കാൾ അവൻ മഹാധനികനായിരിക്കുന്നു, സമ്പത്ത് വർദ്ധിച്ചിരിക്കുന്നു, ആടുമാടുകൾ വർദ്ധിച്ചിരിക്കുന്നു. അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. ലാബാന്റെ മക്കള് കുറച്ച് എടുത്തുചാട്ടക്കാരാണ്. അതിൻ്റെ കുഴപ്പമാണ് ഈ കാണുന്നത്. എടാ മക്കളെ, അപ്പൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. ഞാനൊരു കാര്യം പറയാം. സ്നേഹിക്കയില്ല ഞാൻ ഇനി ഒരു നിമിഷവും, മയമായി ചേർത്തു പീഡിക്കയില്ല. സ്നേഹിക്കയില്ല ഞാൻ ഇനി ഒരു നിമിഷവും, മയമായി ചേർത്തു പീഡിക്കയില്ല. അപരനല്ല ആട്ടി ഓടിക്കുവാൻ അനുനയിക്കില്ല, അരികത്തു നിൽക്കുവാൻ. അപരനല്ല ആട്ടി ഓടിക്കുവാൻ അനുനയിക്കില്ല, അരികത്തു നിൽക്കുവാൻ. സ്നേഹിക്കയില്ല ഞാൻ ഇനി ഒരു നിമിഷവും, മയമായി ചേർത്തു പിടിക്കയില്ല. വയലിൽ നിൽക്കുകയായിരുന്ന യാക്കോബ് തൻ്റെ ഭാര്യമാരായ ലേയയെയും റാഖേലിനെയും അരികിൽ വിളിച്ചു. ലേയ, റാഖേൽ, നിങ്ങളുടെ അപ്പന് പഴയതുപോലുള്ള സ്നേഹം ഇപ്പോൾ എന്നോടില്ല. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ സർവശക്തി ഉപയോഗിച്ച് ഞാൻ നിങ്ങളുടെ അപ്പന് സേവ ചെയ്തു. 1, 2 20 സംവത്സരം സേവ ചെയ്തു. നിങ്ങളുടെ സഹോദരന്മാർ എന്നെക്കുറിച്ച് എന്തെല്ലാം അപവാദങ്ങളാണ് പറഞ്ഞു വരുത്തുന്നത്. അവന്മാര് ഞങ്ങളോടും കയർത്തു സംസാരിച്ചു. ലേയ, ഞാൻ പറയുന്നത് കേൾക്കുക. എൻ്റെ പിതൃദേശമായ കാനാനിലേക്ക് പോകുവാൻ, എൻ്റെ അമ്മയും അപ്പനെയും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാനാനിൽ പോയാൽ അങ്ങയുടെ ജ്യേഷ്ഠൻ യേശാവ് അങ്ങയെ കൊല്ലുവാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ? സാരമില്ല, ഇവിടെ അപമാനിതനായി ജീവിക്കുന്നതിലും നല്ലതല്ലേ എന്റെ ദേശത്ത് പോയി മരിക്കുന്നത്. ലേയ, റാഖേലെ, എൻ്റെ പിതാവിൻ്റെ ദൈവം ഇന്നലെ എന്നോട് പറഞ്ഞു, ഇരുളടഞ്ഞ പാതകളിൽ വഴിവിളക്കായി നിന്നു ദൈവം. ഇരുളടഞ്ഞ പാതകളിൽ വഴിവിളക്കായി നിന്നു ദൈവം. കരം പിടിച്ചു നടത്തി എന്നെ ചേർത്തുകൊള്ളാമെന്നു പറഞ്ഞു. കരം പിടിച്ചു നടത്തി എന്നെ ചേർത്തുകൊള്ളാമെന്നു പറഞ്ഞു. ഇരുളടഞ്ഞ പാതകളിൽ വഴിവിളക്കായി നിന്നു ദൈവം. പ്രിയമുള്ളവരെ, ഒരു വശത്ത് യാക്കോബിനെ കൊല്ലുവാൻ കെണിയൊരുക്കി കാത്തിരിക്കുന്ന സ്വന്തം സഹോദരനായ യേശാവ്, മറുവശത്ത് പദ്ദൻഅരാമിൽ നിന്നും യാക്കോബിനെ കാനാനിലേക്ക് ഓടിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ലാബാന്റെ പുത്രന്മാർ.
ഇവിടെ യാക്കോബിനെ കൊല്ലുവാൻ ദംഷ്ട്ര കാട്ടിച്ചിരിക്കുന്ന 2 കൂരമ്പുകൾ. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് യാക്കോബിന്റെ 3 ചിത്രങ്ങൾ കാണാം. ഒന്ന്, ദൈവഹിതം നടക്കണമെങ്കിൽ പദ്ദൻ അരാമിൽ നിന്നും കാനാനിലേക്ക് യാക്കോബ് പോയേ മതിയാകൂ. 2, അനിഷ്ടയായ ഭാര്യയെ അനുഗ്രഹിച്ച ദൈവം റാഹേലിന്റെ പ്രാർത്ഥന കേട്ട് റാഹേലിനെയും അനുഗ്രഹിച്ചിരിക്കുന്നു. 3, 20 സംവത്സരം പ്രിയപ്പെട്ട ലാബാനു വേണ്ടി സേവ ചെയ്തു. ഇനി തനിക്കായി കരുതുവാൻ ഉപായവും തന്ത്രവും പ്രയോഗിച്ച് തനിക്കായി എല്ലാം നേടിയെടുത്ത യാക്കോബ്. യഹോവയായ ദൈവം ഇവരുടെ ആരുടെയും പ്രാർത്ഥനയെ തള്ളിക്കളയുന്നില്ല, യാചനയെ തള്ളിക്കളയുന്നില്ല. കരം പിടിച്ച് നടത്തുന്ന ദൈവം. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല എന്ന് ആദ്യം മുതൽ അവസാനം വരെ കരം പിടിച്ച് ഹൃദയത്തോട് യഹോവയായ ദൈവം യാക്കോബിനെ ചേർത്ത് നിർത്തുന്നു. ചരിത്രം അവസാനിക്കുന്നില്ലല്ലോ, എന്നാൽ ഈ ചരിത്രം ഞാനിവിടെ ഇങ്ങനെ പൂർണ്ണമാക്കുന്നു. യാക്കോബ് എന്ന ഉപായി.